ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. നമ്മൾ മാങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എണ്ണയിൽ കടുകൊക്കെ വറുത്ത് വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മമ്മയും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. വേപ്പിലയും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇടുകയാണേ, കുറച്ച് താഴ്ത്തിടണം കേട്ടോ. അതുകൊണ്ട് എൻ്റെ കൈക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. 10 മിനിറ്റെങ്കിലും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോഴൊന്നും മാങ്ങ ഇടണ്ട കേട്ടോ, കുറേ കഴിഞ്ഞിട്ട് മാങ്ങ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം പിക്കിൾ പൗഡർ ഇടണം കേട്ടോ. ഈ പിക്കിൾ പൗഡർ വേണം തന്നെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർപ്പൊടി ഇടാം കേട്ടോ. ഇത് ഞാൻ പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഒരു 5 മിനിറ്റ് ഇളക്കണം കേട്ടോ. 5 അല്ല, ഒരു 10 മിനിറ്റ് ഇളക്കിക്കോളി. മസാലയൊക്കെ പിടിക്കണേരം നല്ലോണം ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാങ്ങ ഇടേണ്ടത് കേട്ടോ. മാങ്ങന് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് കുറേ മാങ്ങ കിട്ടിയത് കൊണ്ടാട്ടെ ഞങ്ങൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ മാങ്ങ കുട്ട കുറേ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചട്ടി ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാട്ടോ എൻ്റെ കയ്യിൽ നിന്ന് കുറേ നിലത്ത് വീണു. 3 സ്പൂണ് ഉപ്പ് ഇടണം കേട്ടോ. എത്ര മാങ്ങ ഉണ്ടോ അത്രയും അനുസരിച്ചിട്ടാണ് കേട്ടോ ഇടേണ്ടത്. ഞങ്ങൾ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബാക്കി വന്ന മാങ്ങയും ഉപ്പും കൂടെ ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇളക്കണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അച്ചാർ കേട്ടോ. നല്ല റെഡിഷ് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിക്കണം കേട്ടോ. സുർക്ക ഒഴിക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ലാസ്റ്റത്തെ അച്ചാർ. ഇതിൽ ഇഞ്ചിയൊന്നും കാണാനില്ല കേട്ടോ, ഇഞ്ചിയൊക്കെ താഴത്താണ്. അപ്പം ഇത് നിങ്ങൾക്കുള്ളതാണേ. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറേ വാരിയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചൂടാറിയ ശേഷം മാത്രമേ സുർക്ക ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി അച്ചാറായിരുന്നേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അച്ചാർ? ഇഷ്ടമായോ? എന്നാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വക ബൈ.